സോ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നെന്ന് വിചാരിക്കുന്നു. കൂടാതെ ഇനി നമുക്ക് വിസ്ഡം ഷെയറിങ് ആണുള്ളത്. അതായത് ഈ ഒരു ഡേ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറിവ് നമുക്ക് ഹോൾഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സെഗ്മെന്റിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തുടക്കം മുതൽ ഇന്ന് ഇപ്പം നമ്മൾ 6 o'clock ഫസ്റ്റ് ബ്രീത്തിങ് ടെക്നിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ മെഡിറ്റേഷനിലേക്കൊക്കെ ഇറങ്ങിയില്ലേ. അപ്പോൾ എന്തിനാണ് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കാര്യത്തെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രിപ്പറേഷന് കൊടുത്ത ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് ഇരിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രൂ ഔട്ട് ഡേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, എത്രത്തോളം നമ്മൾ നമ്മുടെ സെൽഫിനെ അല്ലെങ്കിൽ നമുക്ക് ഇവോൾവ് ചെയ്യേണ്ട, നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒബ്വിയസ്ലി നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സെഷനെ ജോയിൻ ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ ഈ സെഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങൾക്കൊരു ചേഞ്ചസ് വരണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള പല ഡിസിഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ പല കൺസേൺ വെച്ചിട്ടാണ്, ഇന്റൻഷൻ വെച്ചിട്ടാണ് നിങ്ങൾ സെഷന് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യത്തിന് നമ്മൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടുണ്ട്, അതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ആയിട്ടുള്ള മെത്തേഡാണോ ചൂസ് ചെയ്യുന്നതായിട്ടുള്ളത് എന്നൊരു കാര്യത്തിൽ നമ്മൾ അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഡേ നിങ്ങൾ കോൺഷ്യസ് ആവേണ്ട ഒരു കാര്യം, ഓക്കെ, ഞാൻ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും പ്രിപ്പയർ ആയിട്ടാണോ ഞാൻ ഒരു കാര്യത്തെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഒരിക്കലും പെർഫെക്ഷനലിസം ഫോക്കസ് ചെയ്യാന്നുള്ളതല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യത്തെ ചെയ്യാന്നുള്ളതുമല്ല, നമ്മൾ ആ ഒരു കാര്യത്തെ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ കാര്യത്തിലൂടെ കടന്നു പോയിട്ട് അതിൽ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെഷൻ തന്നെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, കുറേ പേര് നമ്മൾ സെഷന് ജോയിൻ ആയിട്ടില്ല, പക്ഷേ അപ്പോൾ എന്തിന് സെഷൻ കണ്ടക്ട് ചെയ്യണം എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ബട്ട് അതിനപ്പുറമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെ ആര് എന്ത് എങ്ങനെ റിസൾട്ട് ലഭിക്കുമോ എന്നൊരു കാര്യത്തിന് അപ്പുറമായിട്ട് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള 100% ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യത്തിന് നമ്മൾ എപ്പോഴും ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് റിസൾട്ട് ഇപ്പോഴല്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ലല്ലോ, ഇപ്പൊ തന്നെ എനിക്ക് ഇനി അടുത്ത ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടണം, എന്താന്ന് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള 100% ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഓരോ കാര്യവും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഇന്നൊരു ഡേ നമ്മളൊരു കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ഓക്കെ, ഇവിടെ എനിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു 100% എഫേർട്ട് ഞാൻ കൊടുത്തോ, അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ ഞാൻ ചെയ്തോ എന്നൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മോർ ഓവറായിട്ട് കോൺഷ്യസ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം നമുക്ക് പലയിടങ്ങളിലും പല ലീഡിങ് റോൾസ് കിട്ടും, പല കാര്യങ്ങൾ ചെയ്യാനായിട്ടാവാം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ, ഈ ഒരു കാര്യം ഒന്ന് ചെയ്യൂ എന്നൊക്കെ ഒരാൾ നമ്മളോട് വന്ന് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്താണ്, ഇപ്പൊ അവർ നമുക്കൊരു കമാൻഡ് ചെയ്യുക, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ, ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അതിനപ്പുറമായിട്ട് നമ്മൾ നമ്മളെടുത്തുനിന്ന് നമ്മൾ നമ്മളോട് ജെന്യുവിൻ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്കിലാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രോസസ്സിലാണെന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ മാക്സിമം ജെന്യുവിനാലിറ്റി കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൽ നമ്മളെ വാല്യൂ, അതായത് ഒരാൾക്ക് മറ്റൊരാൾ നമ്മളിലേക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കാന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് വരണം, ഇവനെ അല്ലെങ്കിൽ ഇവളെ ഞാൻ ഈ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് എപ്പോഴാണ് മറ്റുള്ളവർക്ക് വരിക, അത് നമ്മൾ മറ്റുള്ളവർ ഇത് കാണട്ടെ, ഇല്ലെങ്കിൽ അവർ എനിക്കുള്ളതിൽ റിസൾട്ട് കാണട്ടെ എന്ന രീതിയിൽ നമ്മളൊരു കാര്യത്തെ ചെയ്യുമ്പോഴല്ല, അങ്ങനെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അത് നമുക്ക് തലവേദന ആയിട്ട് മാറും. അതിനപ്പുറമായിട്ട്, ഓക്കെ, സെയ്ഫു എന്നൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതായിട്ടുള്ളത്, സോ ആ ഒരു കാര്യം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷൻ സെയ്ഫുവിലാണ് വേണ്ടതായിട്ടുള്ളത്.
ഓക്കെ. അപ്പൊ ഞാനെന്ത് ചെയ്യാ, ആ ഒരു വാല്യൂ ഹോൾഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാ നല്ലതാണ്. ആ ഒരു വാല്യൂ ഹോൾഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ട് മാറും. ഇപ്പോ ഒരു കോമ്പറ്റീഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? എക്സാമിന് പാസ്സാവോ എന്ന് ആലോചിച്ച് സ്ട്രെസ് ആവുന്നതിനപ്പുറമായിട്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം ആ ഒരു എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ആ എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടൈമും കാര്യങ്ങളും കൊടുത്തിട്ട് ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ മോർ ഓവറായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ മോറൽ ഓഫ് ദ സ്റ്റോറി അല്ലെങ്കിൽ മോർ ഓവർ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യത്തിൽ നമ്മൾ 100% എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ നമ്മളോട് തന്നെ ജെന്യുവൻ ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് കംപ്ലീറ്റ് കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മളാണ് എന്നൊരു കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ട് ഫീൽ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ ഇതൊരിക്കലും തലവേദന ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത് ട്ടോ. അയ്യോ! ഞാൻ ചെയ്തില്ലല്ലോ, എനിക്ക് 100% ചെയ്യാൻ കഴിഞ്ഞോ എന്ന രീതിയിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു കാര്യം ആകെ കൊളാക്കുന്ന രീതിയിലേക്കല്ല എത്തേണ്ടതായിട്ടുള്ളത്. അതിനപ്പുറമായിട്ട് ഒരു ഫ്ലോ സ്റ്റേറ്റ് ഉണ്ടല്ലോ, നമ്മളത് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ. ഓക്കെ, ഇത് ഞാൻ ചെയ്യും. ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയും. ഇതില് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് നമ്മള് മോർ ഓവറായിട്ട് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മളെ സ്മൂത്ത് ആക്കുന്ന, നമ്മളെ മൈൻഡിന്റെ റെലമിൽ നമ്മളെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഞാന് ഈ ഒരു കാര്യം ചെയ്യുന്നതായിട്ടുള്ളത് എന്ത് കാര്യത്തിനാണ് എന്നൊരു കാര്യം നമ്മളെ സെൽഫിന് നമ്മള് ബോധ്യപ്പെട്ടു കൊടുക്കുമ്പോൾ, നമുക്ക് ബോധ്യം വരുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറി? നമുക്ക് നമ്മളെ മൈൻഡിന്റെ റെലമെന്നുള്ള മടിയും അല്ലാന്നുണ്ടെങ്കില് എന്തെല്ലാമാണോ ലാക്കിങ് മെന്റാലിറ്റി ഉള്ളതായിട്ടുള്ളത് അതെല്ലാം മൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എവിടൊക്കെയാണോ നിങ്ങൾക്കൊരു കാര്യത്തെ 100% കൊടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മടിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, നിങ്ങള് മോർ ഓവറായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇന്റൻഷനിൽ കൂടെയുണ്ട്. ഓക്കെ. അതായത് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹോൾഡ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഇന്റൻഷനും കൂടെ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം ഇന്റൻഷനിൽ നമ്മൾ എത്രത്തോളമാണോ നമ്മൾ പ്യൂരിറ്റി കൊണ്ടുവരുന്നത്, എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നൊരു കാര്യം നമ്മൾ ക്ലിയർ ആക്കുമ്പോൾ ഏതൊരു കാര്യത്തെയും നമ്മളെ പാഷനാക്കി നമുക്ക് മാറ്റാൻ പറ്റുന്നുള്ളതാണ്. പലപ്പോഴും പല ലെജൻസ് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു കാര്യത്തെ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു തിയറി തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മളെ പാഷൻ ആക്കിയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇന്റൻഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്റൻഷൻ പ്യൂരിറ്റിയിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഇന്റൻഷനിൽ ഏറ്റവും നല്ലൊരു ഇന്റൻഷൻ എന്ന് പറയുന്നത് സെർവിങ് മെന്റാലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മളെപ്പോഴും പ്രകൃതിയെ എക്സാമ്പിൾ ആക്കുന്നത് എന്താണ്? അത് അത്രയും പ്യുവർ ആയിട്ടുള്ളതാണ് അല്ലെ? അതായത് ഒരു കളങ്കം പോലുമില്ല, അൺകണ്ടീഷണലാണ്, ഒന്നും എക്സ്പെക്ട് ചെയ്യാതാണ് പ്രകൃതിയുടെ ഇന്റലിജൻസ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ പുലർച്ചെ രാവിലെ ആയിക്കൊണ്ടിരിക്കുകയാണ്, സൂര്യന് ഒന്ന് ഉദിച്ചത് നോക്കൂ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൂര്യന് സൺറൈസും അതേപോലെ തന്നെ സൺസെറ്റ് ഒക്കെ സംഭവിക്കുന്നതായിട്ടുള്ള സൂര്യൻ എന്നെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? എന്നും രാവിലെ ഞാനിങ്ങനെ വരികയാണ്, വന്നിട്ട് നിനക്കിങ്ങനെ വെളിച്ചവും കാര്യങ്ങളൊക്കെ തരികയാണ്, ചൂട് തരികയാണ്, ഇതിലൂടെ കുറെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിട്ട് നിനക്ക് ഓക്സിജനും അതേപോലെ തന്നെ നിനക്ക് നിന്റെ പ്രാണവായുവൊക്കെ തരുന്നുണ്ട്. ഇതിനൊക്കെ ഞാനാണ് കാരണം എന്ന് പറഞ്ഞിട്ട് എന്നെങ്കിലും നമ്മുടെ സൂര്യൻ ചേട്ടൻ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ടോ? കണക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ? അതേപോലെ തന്നെ നമ്മളൊരു മരത്തിന്റെ നല്ല ചൂടിലിരിക്കാന്നുണ്ടെങ്കിലോ, അതേപോലത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കാന്നുണ്ടെങ്കിൽ, ഒരു മരത്തിന്റെ താഴെ നമ്മൾ നിൽക്കാന്നുണ്ടെങ്കിൽ ആ മരം നമുക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണല്ലേ നിൽക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഒരു മരം ഒരു വെളിച്ചത്തിൽ നിന്ന് നമുക്കൊരു ഒരു എന്തെന്നില്ലാത്തൊരു സെക്യൂരിറ്റി നമുക്ക് നൽകുന്നതായിട്ടുണ്ടല്ലോ, ഒരു സമാധാനം നൽകുന്നതായിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് അവർ മനുഷ്യന്മാർക്ക് സെർവ് ചെയ്യാണ്, ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അപ്പൊ
നമ്മളെ ഇന്റൻഷനിന്റെ പ്യൂരിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇന്റൻഷനാണ് സെർവിങ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഇന്റൻഷനും കൂടെ നമ്മൾ ഏതൊരു കാര്യത്തിലേക്കും കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ചെയ്യാൻ തയ്യാറാവാന്നുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാറുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതും കൂടെ നമ്മൾ കീപ്പ് ചെയ്യാം. ഇപ്പൊ ഈ സെർവിങ് മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ ബൈ കീപ്പിംഗ് ബാലൻസ്. ഓക്കെ. നമ്മൾ ബോധ്യത്തോട് കൂടിയിട്ട്, നമുക്ക് ബുദ്ധി കൂടെ തന്നിട്ടുണ്ട്, ബോധ്യത്തോട് കൂടിയിട്ടായിരിക്കണം ഈ ഒരു കാര്യത്തെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ പറയണം, ഓക്കെ, ഞാൻ സെർവിങ് മെന്റാലിറ്റി കൊടുക്കുകയാണ്, നാളെ മുതൽ എൻ്റെ പെയ്ഡ് ആയിട്ടുള്ള മെന്ററിങ് ക്ലാസ്സും അതേപോലെ തന്നെ 35 ഡേയ്സിന്റെ സിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇനി സെർവിങ് മെന്റാലിറ്റി ഫ്രീ ആയിട്ട് പോട്ടെ രീതിയിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് എൻ്റെ അടുത്ത് നമുക്ക് പണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ അത്രയും വാല്യൂ നൽകുന്ന, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാരണമാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ സെർവിങ് മെന്റാലിറ്റി അങ്ങനെ വിട്ടുകൊടുത്തു തന്നെ കുറെ കാലത്തേക്ക് നമുക്കൊരു പ്രോസസ്സ് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യേണ്ട ബാലൻസും ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ കാര്യങ്ങൾ റെഡിയാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ എല്ലാത്തിനും ഒരു സാമാന്യ ബോധം നമ്മൾ കീപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. സോ സമയമായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഷെയർ ചെയ്ത വിസ്ഡത്തിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഒന്ന് ചെറുതാക്കി പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യാം, എത്രത്തോളം നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു കാര്യത്തെ ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട വാല്യൂ ഞാൻ എൻ്റെ 100% കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം റീഅഷ്വർ ചെയ്തുകൊണ്ടേയിരിക്കുക, റീചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അവിടെ നമുക്കൊരു മടിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഞാൻ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇന്നൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യത്തെ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്റൻഷനിൽ ഏറ്റവും പ്യൂരിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതായിട്ടുള്ളത്, നമുക്ക് ആ ഒരു ഇന്റൻഷന് സെർവിങ് മെന്റാലിറ്റിയും കൂടെ നമ്മൾ അതിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സെർവിങ് മാത്രമാക്കാതെ സെർവിങ് മെന്റാലിറ്റിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ബെറ്റർ ആയിട്ട് മാറുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ സമയമായിട്ടുണ്ട്, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്ത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. നാളെയും നമുക്ക് ഇതേപോലെ തന്നെ മെഡിറ്റേഷനും അതേപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ഒരു ഡേ നമുക്ക് ബിഗിൻ ചെയ്യാന്നുള്ളതാണ്. ഇന്നത്തെ ഡേ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച്.